നമസ്കാരം, ഞാൻ ഡോക്ടർ ജയപാർവതി, ഡെന്റൽ സർജൻ, പരബ്രഹ്മ ഹോസ്പിറ്റൽ. ഇന്ന് പറയാൻ പോകുന്നത് ഫ്ലാപ്പ് സർജറി ഏത് സിറ്റുവേഷനിലൊക്കെയാണ് പരാജയപ്പെടുന്നത് എന്നാണ്. ഫ്ലാപ്പ് സർജറി മോണരോഗം കൂടി വരുന്ന ഒരു സിറ്റുവേഷനിൽ എടുക്കുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പം സർജറി കഴിഞ്ഞതിന് ശേഷം കൃത്യമായ ഇൻ്റർവെല്ലിനിടയ്ക്ക് റിവ്യൂ എടുക്കേണ്ട ആവശ്യകതയുണ്ട്. അതായത് 3 മാസം തൊട്ട് 6 മാസത്തിൻ്റെ ഇടയ്ക്ക് ഉള്ള കാലയളവിൽ റിവ്യൂ എടുത്തതിന് ശേഷം അത് ക്ലീൻ ചെയ്യേണ്ടതാണെങ്കിൽ പല്ല് ക്ലീൻ ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. അതേപോലെ തന്നെ ഡയബറ്റിക്സ് കൺട്രോൾ ചെയ്യാതിരിക്കുന്നത്, അതേപോലെ കൃത്യമായ ഒരു മെക്കാനിക്കൽ ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യാത്തത്, ഒരു പെർമനൻറ്റ് ഫ്ലാപ്പ് സർജറിക്ക് ശേഷം ഒരു പെർമനൻ്റ് ആയിട്ടൊരു സ്പ്ലിൻറ്റിങ് ചെയ്യാത്തത്, അതുപോലെ തന്നെ മിസ്സിംഗ് ആയിട്ടുള്ള പല്ല് എടുത്തതിന് ശേഷം പല്ല് മിസ്സിംഗ് ആയിട്ടുള്ള ടൂത്ത് റിക്കവർ ചെയ്ത് അത് റീപ്ലേസ് ചെയ്യാത്തത്, ഇവയൊക്കെയാണ് ഫ്ലാപ്പ് സർജറി പരാജയത്തിലേക്ക് ചെന്നെത്താനുള്ള കാരണങ്ങൾ. ഇതുപോലെയുള്ള ടിപ്സിന് വേണ്ടിയിട്ട് പരബ്രഹ്മ ഹോസ്പിറ്റൽ പേജ് ഫോളോ ചെയ്യുക. നന്ദി.